ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ കോൺഗ്രസ് യോഗത്തിൽ. പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ പങ്കെടുക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി അടക്കമുള്ള നേതാക്കൾ യോഗത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് യോഗം. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, രാഹുലിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് യോഗത്തിലാണ് ഇപ്പോൾ രാഹുൽ പങ്കെടുക്കുന്നത്. മറ്റു വിവരങ്ങളും സുരേഷ്, തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം ലൈംഗിക പീഡന ആരോപണങ്ങളും നിരവധി യുവതികളുടെ നിർബന്ധിത ഗർഭചിത്രത്തിൻ്റെ ഓഡിയോകളുമൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി വി.ഡി. സതീശൻ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യോഗത്തിൽ കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങളിൽ ചേരുന്നു എന്നുള്ളതാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു ആ യോഗം ചേർന്നത്. അടച്ചിട്ട മുറിയിലായിരുന്നു യോഗം നടന്നത്. കോൺഗ്രസിൻ്റെ ഈ കണ്ണാടി കാഴ്ചപ്പറമ്പ് ഭാഗത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ വിനേഷ് എന്ന വ്യക്തി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രാദേശിക നേതാക്കളും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു യോഗമായിരുന്നു ഇവിടെ വെച്ച് നടന്നത്. കാഴ്ചപ്പറമ്പിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ക്ഷീരോത്പാദന സഹകരണ സംഘം അതിൻ്റെ ആ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുകൾ വശത്തെ നിലയിലായിട്ടായിരുന്നു ഇത്തരം ഒരു യോഗം നടന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ യോഗം നടക്കുന്ന വിവരം അറിഞ്ഞ് മാധ്യമങ്ങൾ ഇവിടേക്ക് എത്തി. കാരണം ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് ഒരു വശത്തെ വി.ഡി. സതീശൻ ഉൾപ്പെടെ പറയുന്നു. അതേസമയം തന്നെ അതേ വ്യക്തി കോൺഗ്രസിൻ്റെ തന്നെ യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ആ കൃത്യമായ വിവരം അറിഞ്ഞതോടുകൂടെ മാധ്യമങ്ങൾ ഇവിടേക്ക് എത്തി. മാധ്യമങ്ങൾക്ക് ലഭിച്ച വിവരം ശരിവെക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. അടച്ചിട്ട മുറിയിലേറെ നേരം യോഗം നടക്കുന്നുണ്ടായിരുന്നു. ആ യോഗം കഴിഞ്ഞ് രാഹുലും മറ്റ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. രാഹുലിനോട് തുടർന്ന് മാധ്യമങ്ങൾ ചോദിച്ചു, ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ കോൺഗ്രസ് ഒരു വശത്ത് പറയുന്നു. എന്നിട്ട് നിങ്ങൾ തന്നെ ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഈ പാർട്ടിയുടെ യോഗം ചേരുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു യോഗമേ അല്ല നടന്നത് എന്ന് പറഞ്ഞ് പിന്നീട് അതിൽ നിന്ന് തടി തപ്പുകയാണ് രാഹുൽ ചെയ്തത് എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള യോഗവുമല്ല ചേർന്നത്. തങ്ങൾ ഈ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളെ കണ്ടപ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അവരെ കണ്ടപ്പോൾ വെറുതെ സംസാരിക്കുകയാണ്. ആദ്യം റോഡിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു ചെയ്തതെന്ന് രാഹുൽ പറഞ്ഞു. പിന്നീട് ഈ ബിൽഡിങ്ങിൻ്റെ അരികിൽ വെച്ച് സംസാരിക്കുകയാണ് രാഹുൽ എന്ന് പറഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അടച്ചിട്ട മുറിയിലിരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് അത് തനിക്ക് ആരെ കണ്ടാലും സംസാരിക്കാൻ പറ്റില്ലേ, അങ്ങനെ സംസാരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തിൽ നിന്നും ഈ യോഗം ചേർന്നു എന്നുള്ളത് പുറം ലോകത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഇപ്പോഴും ഒരു വ്യക്തിയെ ഇത്തരത്തിൽ നിരവധി സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് മറുവശത്ത് സംരക്ഷിക്കുകയും കോൺഗ്രസിൻ്റെ തന്നെ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം അത് പുറം ലോകത്തെ എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യുമെന്നുള്ളത് രാഹുലിനുൾപ്പെടെ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം രാഹുൽ പിന്നീട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും യോഗം ഇവിടെ നടന്നു. അതിനുശേഷം രാഹുൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് വിദഗ്ധമായി അത്തരത്തിലുള്ള യോഗമെല്ലാം നടന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും വി.ഡി. സതീശൻ ഉൾപ്പെടെയാണ് ഇനി പറയേണ്ടത്. ഇതാണോ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കൽ എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കേണ്ട സാഹചര്യമാണുള്ളത്. യെസ്, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.